തന്നെ രക്ഷിക്കാൻ പുറകിൽ ആരോ ഉണ്ട് എന്നുള്ള ഒരു ധൈര്യമാണ് ഇയാളെ അങ്ങനെ ചെയ്യിപ്പിച്ചതെന്ന് ആ സമയങ്ങളിൽ പല വാർത്തകളും ഉണ്ടായിരുന്നു. പിന്നീട് അതേക്കുറിച്ചൊന്നും പോലീസ് കാര്യമായി അന്വേഷിക്കുന്നില്ല എന്നുള്ള ആരോപണവും പുറത്തു വന്നു. പക്ഷേ പിന്നീട് അഫാനെ കുറിച്ച് മറ്റ് വാർത്തകളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും ഈ വാർത്ത മുങ്ങും. അത് എല്ലാ തവണയും പല വാർത്തകളും വരുമ്പോൾ ഈ വാർത്തകളൊക്കെ ഇത്തരം വരുന്ന വാർത്തകളൊക്കെ മുങ്ങും. പിന്നെ ഇതിന്റെ എന്തെങ്കിലും ശിക്ഷാവിധികളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അന്നത്തെ ദിവസം ലൈവായും ബ്രേക്കിംഗ് ആയും ഒക്കെ ചാനലുകൾ പലതും ഇത് കാണിക്കൂ. നവീൻ ബാബുവിന്റെ ഒക്കെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ആ പേര് പോലും ആരും ഓർക്കുന്നുണ്ടോ എന്ന് പോലും സംശയമാണ്, അദ്ദേഹത്തിന്റെ വീട്ടുകാരല്ലാതെ. അപ്പോൾ അത്തരത്തിൽ വാർത്തകളൊക്കെ മുങ്ങിയ സമയത്താണ് അഫാൻ എന്താണ് സംഭവിച്ചത്, ജയിലിൽ അഫാനെ തീർക്കാൻ ആരെങ്കിലും തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടോ, തീർത്തിട്ട് അവരുടെ നേട്ടം എന്താണ്, തീർക്കുക അതൊക്കെ അവരുടെ കാര്യം, പക്ഷെ ഈ ക്രിമിനലിനെ തീർത്തിട്ട് അവരുടെ നേട്ടം എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഫാനിലൂടെ ആരെങ്കിലും എന്തെങ്കിലും മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടോ?